അടുത്തതായിട്ട് ആശംസകൾ സംസാരിക്കുന്നത് നമ്മുടെ രക്ഷാധികാരി മിസ്റ്റർ ജോയ് തോമസ് പുല്ലാനപ്പള്ളി ആണ്. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലുള്ള ജ്ഞാനായ സമുദായ സംരക്ഷണത്തിൻ്റെ നേതാക്കന്മാരെ, സദസ്സിലുള്ള പ്രിയപ്പെട്ട ജ്ഞാനായ സംരക്ഷണ സമിതി അംഗങ്ങളെ, ബേബി സാറും പ്രാൽ സാറും സംസാരിച്ചതിന് ശേഷം പിന്നെ കൂടുതലൊന്നും നമ്മൾ സംസാരിക്കേണ്ടതില്ല. എല്ലാം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ പുതിയ ഭരണസമിതി ചാർജ് എടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ഭരണസമിതിയിലെ പ്രസിഡന്റ്, ഉജ്ജ്വലനായ പ്രസിഡന്റ് ഷിബി പഴയമ്പള്ളിയും സെക്രട്ടറി എബ്രഹാം വെളിയത്തും കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനെ വളരെ നന്നായി നയിച്ചുകൊണ്ടുപോയി. പല പല എതിർപ്പുകളൊക്കെ അവർക്ക് നേടേണ്ടി വന്നു. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് പല കാര്യങ്ങളും അവർക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിച്ചു. നമുക്കറിയാം, KCC എന്ന സംഘടന, അൽമായരുടെ സംഘടന സമുദായത്തെ സംരക്ഷിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ബേബി സാറിൻ്റെയും പ്രാസാലിൻ്റെയൊക്കെ വടാത്തിലെ തോമസ് കുട്ടി സാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ജ്ഞാനായ, അതുപോലെ തന്നെ എബ്രഹാം നടുവത്തറയുടെയൊക്കെ നേതൃത്വത്തിൽ ജ്ഞാനായ സംരക്ഷണ സമിതി രൂപം കൊള്ളുന്നത്. എന്തായാലും സമുദായത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയും സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയും കോട്ടയം ഡയസിന് ലോകം മുഴുവൻ അധികാരം ലഭിക്കുവാൻ വേണ്ടിയാണ് നമ്മളിത് രൂപം കൊണ്ടത്. ആദ്യമൊക്കെ നമുക്ക് വളരെയധികം എതിർപ്പുകൾ നേടേണ്ടി വന്നു. നമ്മളെയൊക്കെ വളരെ തീവ്രവാദികളായിട്ട് ചിത്രീകരിച്ച് അച്ഛന്മാർ അല്ലെങ്കിൽ വൈദിക സമൂഹം നമ്മളെ മാറ്റി നിർത്തുവാൻ ശ്രമിച്ചു. പക്ഷേ അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ നേടിയെടുത്തു. നമുക്കറിയാം, ഇന്ന് പല പള്ളികളിലും ജ്ഞാനായ പ്രതിമകൾ വയ്ക്കുവാനായിട്ടുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അതിനേറ്റവും തുടക്കം കുറിച്ചത് കുമ്പരകം പള്ളിയിൽ നിന്നുമാണ്. അതിന് നേതൃത്വം നൽകിയത് നമ്മുടെ ട്രഷറർ, ഇപ്പോഴത്തെ പുതിയ ട്രഷറർ ജോയൻ പൗവത്താണ്. അവരെല്ലാവരും കൂടി കഠിനമായിട്ട് പ്രയത്നിച്ച് വളരെ ശക്തമായിട്ട് നിന്നുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതിമ സാധിക്കുവാനും പിന്നീട് രൂപത അതിന് അധികാരം തന്നേ പറ്റൂ എന്നുള്ള ലെവലിലെത്തുവാൻ സാധിക്കരുത്. എന്തായാലും കേസസ് തുടങ്ങിയപ്പോൾ സഭാ നേതൃത്വം KCCക്ക് വില കൊടുക്കുവാൻ തുടങ്ങി. എനിക്കറിയാം, ഞാൻ കത്തീഡ്രൽ ഇടവകയുടെ പ്രസിഡൻ്റായിരുന്നപ്പോൾ, KCCയുടെ പ്രസിഡൻ്റായിരുന്ന കാലത്ത് ജോയ് സാറായിരുന്നു അതിൻ്റെ കേരള നമ്മുടെ രൂപതയുടെ പ്രസിഡൻറ്റ്. അന്ന് പല കാര്യങ്ങളും ഞങ്ങൾ ആലോചിച്ച് ചെയ്ത പല കാര്യങ്ങളുമാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജ്ഞാനായ ബാങ്ക്, അൽമായർ നമ്മളുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് എടുക്കുന്ന ജ്ഞാനായ ബാങ്കും അതുപോലെ തന്നെ ജ്ഞാനായ ഹാപ്പി ഹോമും അന്ന് രൂപം കൊണ്ടതാണ്. അതുപോലെ ഇനിയും പല പല സ്ഥാപനങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടതിരിക്കുന്നു. അങ്ങനെ ജ്ഞാനായ സമുദായം ലോകം മുഴുവൻ വ്യാപിച്ച് ശക്തി പ്രാപിച്ച് ജൂതന്മാരെ പോലെയോ അല്ലെങ്കിൽ ഗുജറാത്തികളെ പോലെ ശക്തിയുള്ള, ലോകത്തിൽ ശക്തിയുള്ള സമ്പന്നത നേടുന്ന അല്ലെങ്കിൽ രാജ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു സമുദായമായി നമുക്ക് മാറ്റിയെടുക്കുവാൻ നമ്മൾ ഒറ്റക്കായിട്ട് നാം സാധിക്കും. അത് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായി നമ്മൾ ചാർജ് എടുക്കാൻ പോകുന്ന ശ്രീ ബിജു വളരെ ഊർജ്ജസ്വലനാണ്. കഴിഞ്ഞ കമ്മിറ്റിയിലെ ട്രഷററാണ്. കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് കൊണ്ടുപോയി ഏത് കാര്യവും തുറന്ന് സംസാരിക്കുകയും ചെയ്യേണ്ടതാണ് ചെയ്യണമെന്നും ചെയ്യേണ്ടതല്ലെങ്കിൽ ചെയ്യേണ്ടതല്ല എന്നും പറയുന്ന വളരെ ഊർജ്ജസ്വലനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഊർജ്ജസ്വലതയാണ് ഇപ്പോൾ അദ്ദേഹത്തെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുവാൻ നമ്മൾ എല്ലാവരും കൂടി തീരുമാനിച്ചത്. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ശ്രീ ജെയിംസ് ജോർജ്, ചീഫ് എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. വളരെ സ്നേഹത്തോടെ വളരെ കാര്യത്തോടെ KSSനെ നോക്കിക്കാണുകയും പല നല്ല നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. നമുക്കറിയാം, വൈസ് പ്രസിഡന്റ് എന്ന സ്ഥാനം പ്രസിഡൻറ്റിലേക്കുള്ള ചുവടുവയ്പ്പാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് വീണ്ടും അടുത്ത വർഷം പ്രസിഡൻ്റ് ആകുവാനായിട്ടുള്ള അവസരം ലഭിക്കട്ടെ ശ്രീ ചാക്കോച്ചന് എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ജനറൽ സെക്രട്ടറി ബേബി പരപ്പനാട്ട്, അദ്ദേഹം ഡൽഹിയിലായിരുന്നു. വളരെയധികം ജ്ഞാനായ സമുദായത്തിൻ്റെ അൽമായരുടെ സംഘടനയ്ക്ക് വേണ്ടി വളരെ ഊർജ്ജസ്വലനായി പ്രവർത്തിച്ച ആളാണ്. എന്തുകൊണ്ടും ഈ വരുന്ന വർഷങ്ങളിൽ ബേബിയുടെ പ്രവർത്തനം വളരെ
നമുക്ക് ഈ സമുദായത്തിൻ്റെ KSSന് ഉണർവുണ്ടാക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ തന്നെ ട്രഷറർ ജോയൻ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വളരെ ഊർജ്ജസ്വലനാണ്. അതുപോലെ എല്ലാവരും പുതിയതായി ചാർജ് എടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.